വികാസ്, നീ അകത്തോട്ട് കയറിക്കോ. ഞാൻ ജയിച്ചിരിക്കുന്നു. എന്റെ പരീക്ഷണം വിജയിച്ചു. വർഷങ്ങളായുള്ള എന്റെ പ്രയത്നം പൂർത്തിയായിരിക്കുന്നു. ഈ ടെക്നിക്ക് ഞാൻ സൈന്യത്തിന് കൊടുക്കും. നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം എവിടെയും എപ്പോഴും ശത്രുക്കളുടെ താവളത്തിൽ ചെന്ന് അവരെ ഇല്ലാതാക്കാൻ പറ്റും. വികാസ്, ഇനി നീ പുറത്തേക്ക് വന്നോളൂ. വികാസ്, ഇനി നിന്റെ സാലറി ഞാൻ ഡബിൾ ആക്കി തരാം. ആർക്ക് വേണം തന്റെ ഈ ഡബിൾ സാലറി? എന്തായാലും ഞാൻ ആശിച്ചത് എനിക്ക് കിട്ടി കഴിഞ്ഞു. ഇനി എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോഷണം ചെയ്യും, പിടിച്ചു പറിക്കും, ബാങ്ക് കൊള്ളയടിക്കും. എന്നെ ആർക്കും കാണാൻ പോലും പറ്റില്ല. ഇല്ല, പാടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വികാസ്. ഈ പരീക്ഷണം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എന്തുവാ സാറി പറയുന്നേ? ഞാനിനി ഒന്ന് സന്തോഷിക്കട്ടെ. കുറെ നാളായില്ലേ എന്നെ ഇരുത്തിക്കൊണ്ട് പരീക്ഷിക്കുന്നത്. ഇനി ഞാനങ്ങ് പോകാ. ഇനി ഒരിക്കലും കാണില്ല. അവിടെ നിൽക്കൂ, പോകല്ലേ. കള്ളൻ മോഷ്ടിക്കുന്നേ. ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ചോണ്ട് പോണേ. നിക്ക്, അവിടെ നിക്ക്. എന്നെ ഓടിക്കരുത്. കള്ളൻ. ആരെങ്കിലും ഒന്ന് വന്ന് സഹായിക്കണേ. ചിലപ്പോ വല്ല ഭൂതമായിരിക്കും. വരൂ, നമുക്ക് ഇവിടുന്ന് ഓടി പോകാം. ഭൂതം ഒരിക്കലും മോഷ്ടിക്കാറില്ല. ബാങ്കിന്റെ സെക്യൂരിറ്റിയാണ് ഒച്ച വെക്കുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇനി കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്താ നീ കാണിക്കുന്നേ? ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യൂ. വേണ്ട. എന്നെ വെടിച്ചു നിനക്ക് അങ്ങനെ പോവാൻ സാധിക്കില്ല, സ്മോക്കി മാൻ. എന്താ ഈ പറക്കുന്നത്? ഭൂതോ പ്രേതോ അതോ വേറെ വല്ലതാണോ? ഇത് ഭൂതമൊന്നും അല്ല, കള്ളനാണ്. ബാങ്കിൽ നിന്ന് കട്ടെടുത്ത് പോകുന്നത് കണ്ടില്ലേ? വയറിൽ കയറി പിടിക്കൂ. സാരമില്ല, പോട്ടെ. ഞാൻ വീണ്ടും വരും. ഈ നഗരം മുഴുവൻ ഞാൻ കൊള്ളയടിച്ചിരിക്കും. നിന്നെ കൊണ്ട് ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല.
ശിവ, നീ ഏതായാലും ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച കാശ് തിരിച്ചെടുത്തല്ലോ. ഇനി ആ കള്ളന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഡോണ്ട് വറി, അവനെ ഞാൻ പിടിച്ചിരിക്കും. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പിടിക്കേ, പിടിക്കേ, ആ കള്ളനെ പിടിക്കേ. ഹലോ, ആ ഞാൻ വരുന്നു എന്ന് പറഞ്ഞില്ലേ? അതെ അതെ, ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഞാൻ നോക്കിക്കോളാന്നേ. ഹലോ ഹലോ, എന്തപ്പ ചെയ്യാ? ഈ വേദാനഗരത്തിൽ പലയിടത്തും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ എവിടേക്കൊക്കെ പോവാ? ഏതൊക്കെ കള്ളന്മാരെ പിടിക്കുക? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാ ചെയ്യേണ്ടത്? ഞാനാണെങ്കിൽ ശിവയോട് പറഞ്ഞു കള്ളനെ ഞാൻ പിടിച്ചോളാന്ന്. ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ, ഇപ്രാവശ്യം സാർ ഈ കേസ് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്ത് കാണിക്കണം. സാറിനത് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്രാവശ്യം സാറ് ശിവനെ വിളിക്കാൻ പാടില്ല. താൻ എന്തായി പറയുന്നത്? ഞാൻ ശിവനെ വിളിക്കണമെന്നോ? ഒരിക്കലും ചെയ്യില്ല. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. മുത്തശ്ശ, ഞാൻ മധുര പോയി വന്നു. വരുമ്പോ മുത്തശ്ശിന് വേണ്ടി കുറച്ച് പേട വാങ്ങിച്ചോണ്ട് വന്നൂന്നേ. അവിടുത്തെ പേടയ്ക്ക് നല്ല സ്വാദുണ്ടാവും. അത് കൊള്ളാമല്ലോ, വളരെ സന്തോഷമായി. ഈ സന്തോഷം ആഘോഷിക്കാൻ ഞാനൊരു പാട്ട് പാടാം. അതിനെന്താ, പാടിക്കോളൂ, സന്തോഷായി. പക്ഷേ നമ്മുടെ ശിവ എവിടെ പോയി? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എന്തേ, ശിവയെ കൊണ്ടുപോകാനോ മറ്റുമാണോ? അങ്ങനൊന്നും ഇല്ല മുത്തശ്ശി. ശിവനെ ഇവിടെ എവിടെ കണ്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ വന്നത് മുത്തശ്ശിന് നല്ല സ്വാദുള്ള പേട കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്കും കഴിക്കാട്ടോ. ഹലോ ലഡ്ഡു സിംഗ് സാറേ, ഹലോ. സുഖം തന്നെയല്ലേ? ശിവ, മതി സംസാരിച്ചതൊക്കെ. മോൻ ഇപ്പോഴല്ലേ വന്ന, വേഗം അകത്തേക്ക് പോ. പിന്നെ മുത്തശ്ശ, ഒരു സ്മോക്കി മാൻ ഇവിടെ ഉണ്ട്. പുക പോലെ അയാൾ വരുന്നത്. എന്നിട്ട് ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ച് പോയി കളയും. ഇവിടുത്തെ ജനങ്ങളൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. നഗരത്തിലെ ഒരു ബാങ്കും അവൻ വിട്ടുവെച്ചിട്ടില്ല. പക്ഷെ മുത്തശ്ശ, നിങ്ങൾ ഇതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ആ സ്മോക്കി മാനെ ഞാൻ എത്ര വേഗം പിടിച്ചിരിക്കും. എന്നാ വേഗം ചെന്ന് പിടിക്കാൻ നോക്ക്. ഈ കാര്യം പറഞ്ഞ് ശിവയെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കണ്ട, വേഗം സ്ഥലം വിടാൻ നോക്ക്. ഈ ബഡ്ഡി എന്തിനാണ് വെറുതെ കുറയ്ക്കുന്നത്? ബഡ്ഡി ഒന്ന് മിണ്ടാതിരിക്കാൻ. എന്നപ്പാ സ്മോക്കി മാൻ ഇവിടെ അടുത്തെങ്ങാനും കാണുമായിരിക്കും. സ്മോക്കി മാനെ പിടിക്കാൻ ശിവ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. ഞാനത് ഇവിടെ തന്നെ ഇരുന്ന് കേട്ട് ആ കള്ളനെ ഞാൻ പോയി പിടിച്ചിരിക്കും. എന്തായാലും ശിവയുടെ വീട്ടിൽ പോയിട്ട് പേട കൊടുത്തത് നന്നായി എനിക്ക് തോന്നുന്നു. ഇനി സ്മോക്കി മാൻ അടുത്തതായിട്ട് എവിടെയായിരിക്കും മോഷ്ടിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്ക്. ചിലപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത ടാർഗറ്റ് വേദസ് ബാങ്ക് ആയിരിക്കും. കാരണം അത് ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെയുള്ള മിക്ക ബാങ്കുകളിലും അയാൾ മോഷ്ടിച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് നിൽക്കുന്നത് വേദസ് ബാങ്ക് ആണ്. അവിടെ ആയിരിക്കും മോഷ്ടിക്കാം. രേവ പറഞ്ഞത് വളരെ ശരിയാ. നമുക്ക് എത്രയും പെട്ടെന്ന് പോണം. പോയിട്ട് നമ്മുടെ ട്രാപ്പ് റെഡിയാക്കാൻ നോക്കണം. എന്താ ബഡി, ഇനിയെങ്കിലും കുറയ്ക്കുന്നത് നിർത്ത. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തായാലും ലഡ്ഡു സിംഗ് സാറിനെ വിളിച്ചേക്കാം. ഹലോ ലഡ്ഡു സിംഗ് സാർ. പറയൂ. ഹലോ, ഇതെന്താ പതുക്കെ സംസാരിക്കുന്നത്? ഞാൻ ഉറക്കെ സംസാരിച്ച എന്റെ ശബ്ദം ശിവയുടെ അടുത്ത് തന്നെ കേൾക്കല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. വേദാസ് ബാങ്കിലെ പണം മോഷ്ടിച്ച കള്ളനെ പിടിക്കുന്ന ഐഡിയ കൊള്ളാം. വേദസ് ബാങ്കോ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അത് പിന്നെ ഞാനൊരു ഗസ്സിംഗ് ചെയ്തതല്ലേ. നമുക്ക് അവിടെ വെച്ച് കാണാട്ടോ. ലഡ്ഡു സിംഗ് സാർ അവിടെയുള്ളത്. കൊള്ളാം, സൂപ്പർ. ഓ, ഈ തേനീച്ച എന്തിനാ വെറുതെ എന്റെ പുറകെ വന്നോണ്ടിരിക്കുന്നേ? മതി മതി, ഒന്ന് പോകുന്നുണ്ട് അവിടുന്ന്. സാറത് കൊടയാൻ പാടില്ല, ഒച്ച വെക്കാനും പാടില്ല, പിന്നെ കള്ളി മുഴുവനും വെളിച്ചത്താകും. സ്മോക്കി മാൻ, ഇന്നത്തോടെ നിന്റെ കഥ അവസാനിച്ചിരിക്കുന്നു. കുട്ടി,
നീ നിന്റെ കാര്യം നോക്കി പോകുന്നതാ ഏറ്റവും നല്ലത്. എന്താ കുട്ടി? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. പിന്നെ എന്തോ വിളിക്കണം? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. You are under arrest. എന്റെ പരിധിയിൽ മോഷണമോ? ഐ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. സോറി, എനിക്ക് തല്ലുകൂടാൻ ഒട്ടും സമയമില്ല. ഐ, എങ്ങോട്ടായി പോണേ? ഞാൻ പറഞ്ഞില്ലേ യു ആർ അണ്ടർ അറസ്റ്റ്. ഇനി അനങ്ങി പോരുത് അവിടുന്ന്. ശിവ, വേഗം വാ, ഇയാളെ പിടിക്കൂ. എന്റെ സ്വഭാവം മനസ്സിലാക്കിട്ടെ കാര്യം. ഏയ്, താൻ എങ്ങോട്ടായി പോണത്? ബൈക്ക് താഴെ ഉള്ളത്, ഞങ്ങളെ താഴേക്ക് ഇറക്കി വിട്. ലഡു സിംഗ് സാറ് പറഞ്ഞത് എത്ര ശരിയാ. എനിക്ക് പേടിയാകുന്നു. എന്നെ എത്രയും പെട്ടെന്ന് താഴെ ഇറക്ക്. നമുക്ക് കുറച്ചുകൂടി ബോളിൽ പോയി കറങ്ങാം. ഏയ്, ഏയ്, വേണ്ടതേ, ഞങ്ങളത് താഴേക്ക് ഇറക്ക്. വിടാൻ വിടാൻ. ഇപ്പൊ കാല് കൊടയല്ലേ, കൊടഞ്ഞാ ഞാൻ താഴെ വീട്. താഴെ വീണ എല്ല് പോലും ഉണ്ടാവില്ല. താഴെ ഇറക്ക്. സോറി, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എങ്ങനെങ്കിലും താഴെ ഇറക്ക്. പേടിയായിട്ട് വയ്യോ. ഇനി എങ്ങാനും പിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാലുണ്ടല്ലോ. ശിവ, ശിവ, help, രക്ഷിക്കണേ. ഹലോ, ഫയർ സ്റ്റേഷൻ അല്ലേ? വേഗം വേദസ് ബാങ്കിന്റെ അടുത്തേക്ക് വരൂ, എത്രയും പെട്ടെന്ന്. കുട്ടേ, എന്നെ പിടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ബൈ ബൈ, പിന്നെ കാണാം. ഹേ രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. വേഗം വേഗം രക്ഷിക്കണേ. ഈ കൈയൊന്ന് പിടിച്ചേ. ശരീരം ആകെ വേദനിച്ചിട്ട് വയ്യ. ഐ, നിങ്ങൾ രണ്ടാളിപ്പോ എന്താ അങ്ങോട്ട് വന്നത്? ശിവ എവിടെ പോയി? വരുന്നുണ്ടാവും. ഒരു സയന്റിസ്റ്റ് ശിവയെ കോണ്ടാക്ട് ചെയ്തു. ശിവ ആ സയന്റിസ്റ്റുമായിട്ട് ഇങ്ങോട്ട് വരുവാ. ആ സയന്റിസ്റ്റ് സ്മോക്കി മാനെ ഉണ്ടാക്കിയത്. എന്താ കുട്ടികളെ, നിങ്ങൾ ധൈര്യം വിടരുത്. പോലീസിനെ ലാത്തി എടുത്ത് നമുക്ക് അവനെ ശരിക്കും ഒന്ന് കൊടുക്കണം. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടാണോ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണത്? എന്താത്? ഈ പുകയ്ക്ക് തവണ കാണുന്നില്ല. ഐ, ഇതെന്താ പുക വലുതായിട്ട് വരുന്നുണ്ടല്ലോ. പേടാറാം. ആ സാറേ, ഞാനിതാ വരുന്നു. ഏയ്, ഇതെന്താണത്? അത് പിന്നെ സാറേ, ഇവിടെ കൊതുകിന്റെ ശല്യം ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അവറ്റെങ്കിലും ഒഴിപ്പിക്കാൻ വേണ്ടി ഞാൻ മരുന്നടിച്ചതാണ്. പേടാറാം, നിനക്ക് ആദ്യം തന്നെ പറയാമായിരുന്നില്ലേ? ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ഈ കൊതുവിനെ ഒഴിപ്പിക്കുന്ന കാര്യം നീ പറയേണ്ടതായിരുന്നു. ആ സ്മോക്കി മാൻ ഇല്ലാത്തതേ എന്തായാലും വളരെ നന്നായി. അല്ലെങ്കിൽ അയാൾ എന്റെ കൈയുടെ ചൂടെറിഞ്ഞേനെ. ലഡു സിംഗ് സർ, ഇതാണ് സയന്റിസ്റ്റ് അക്കൽമാൻ സർ. ഇദ്ദേഹമാണ് സ്മോക്കിംഗ് മാനെ നിർമ്മിച്ചത്. എല്ലാവരും ക്ഷമിക്കണം, അവനെന്റെ പരീക്ഷണം തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഞാൻ ഈ ടെക്നിക്ക് സൈന്യത്തിന് നൽകാനാണ് തീരുമാനിച്ചത്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് സൈന്യത്തിന് എവിടെ പോയി വേണമെങ്കിലും ശത്രുക്കളെ ഇല്ലാതാക്കാൻ പറ്റും. ഈ പരീക്ഷണത്തിന് ശേഷം വികാസിന്റെ സ്വഭാവം മോശമായി. അവൻ എന്നെ ചതിച്ചിട്ട് അവിടുന്ന് ഓടിക്കളഞ്ഞു. ഒരു കുഴപ്പമില്ല സർ, നമുക്ക് അയാൾ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്യാം. എങ്ങനെ നീ ട്രാപ്പ് ചെയ്യും? അദൃശ്യനായ അവനെ ട്രാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അവനെ പിടിക്കാനായിട്ട് ഒരു ആയുധം റെഡിയാക്കിയെടുത്തു. ഈ തോക്ക് നിങ്ങൾ കാണുന്നില്ലേ? ഇതിൽ നിന്നും വരുന്ന രശ്മികൾ സ്മോക്കി മാന്റെ ദേഹത്ത് പതിയുമ്പോൾ ശരിയായ രൂപത്തിലെത്തും. അപ്പൊ അവൻ ഓടാനും പറ്റില്ല, അവനെ പിടിക്കാനും പറ്റും. ഞാൻ ഈ ഗണ്ണ് നാളെ തന്നെ പോലീസിന് ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
നിങ്ങൾ ഇത്രയും അധികം ഗണ്ണുകൾ ഉണ്ടാക്കിയിട്ട് അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? എന്റെ ലാബിലുള്ള സ്പെഷ്യൽ ചാമ്പറിലാണുള്ളത്. അവിടെ ആർക്കും തന്നെ പോവാൻ പറ്റില്ല. ഈ ഗണ്ണുകളൊക്കെ നാളെയല്ലേ നിങ്ങൾ കൊടുക്കുള്ളൂ സാറേ. പക്ഷെ ഇന്ന് ഈ ഞാനുണ്ടല്ലോ ഇവിടെ. സ്മോക്കി മാൻ, നീ ഇവിടെയോ? നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കാനുള്ള ഐഡിയ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതിന്റെ അകത്തു നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തേക്ക് പോവാനേ കഴിയില്ല. ഇല്ല, ഇങ്ങനെ സംഭവിക്കില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഈ പുകയില് നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ തലകുത്തി മറിഞ്ഞാ പോലും എന്നെ നിനക്ക് പിടിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു എല്ലാത്തിനും പരിഹാരമുണ്ട്? ദാ കണ്ടോളൂ, ഫാൻ ഓൺ. മതിയാക്ക്. മതിയാക്ക്. മര്യാദക്ക് ഫാൻ നിർത്താൻ പറ. ഫാൻ ഓഫ്. You are under arrest. ഫാൻ ഓൺ. വേണ്ട വേണ്ട, ഫാൻ ഓൺ ചെയ്യല്ലേ, ഫാൻ ഓൺ ചെയ്യല്ലേ. എന്നെ ഈ കുട്ടിയിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോകൂ. എനിക്ക് ഇവരെ കാണണ്ട, എനിക്ക് പേടിയാണ്. നിനക്കുള്ള ചികിത്സ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നിനക്കൊരിക്കലും പുക മനുഷ്യനായി മാറാൻ പറ്റില്ല. നോ, എന്നെ എന്തിനെങ്ങനെ ചെയ്ത്?